ഹലോ ഗായ്സ്, ദിസ് ഇസ് കാഗ ഹിയർ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ടാറ്റു മെഷീനാണ്. പല പ്രമുഖ ബ്രാൻഡുകൾക്കും അടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ടാറ്റു മെഷീൻ ഇറക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മെഷീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾ ഹാർബറും എ ടെൻഡൻസും എക്സ്ട്രീമും കൂടെ കൊളാബ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന എക്സ് പെൻ. ഈ മെഷീൻ വളരെ റിലയബിൾ ആണെന്നും അതായത് പല പ്രമുഖ ബ്രാൻഡുകൾക്കും അടി കൊടുക്കാൻ കാരണമാകും എന്ന് ഞാൻ പറയാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തേക്കുന്ന ഫോൾ ഹാർബർ DC ബ്രഷ്ലെസ് മോട്ടറാണ്. ഫോൾ ഹാർബർ മോട്ടേഴ്സാണ് നമ്മുടെ FKN സീരീസിലെല്ലാം ഉപയോഗിച്ചേക്കുന്നതും അതേപോലെ ബിഷപ്പിൻ്റെ 1 സീരീസിൽ ഫുൾ ഉപയോഗിച്ചേക്കുന്നതും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ഒരു 3 വോൾട്ട് മോട്ടറാണ്. 3 വോൾട്ട് മോട്ടർ ആയതുകൊണ്ട് തന്നെ 3 വോൾട്ട് മോട്ടറിന് ടോർക്ക് വേണം. അപ്പം ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ബാറ്ററി ഇലക്ട്രിസിറ്റി കൂടുതൽ വലിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പീഡ് കൺട്രോൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കാറിലൊക്കെ ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊരു കയറ്റം കയറുവാൻ നേരത്ത് ആ കറക്റ്റ് സ്പീഡ് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടുള്ള ഏരിയയിൽ പോയാലും മെഷീൻ ലാക്ക് ചെയ്യത്തില്ല. കറക്റ്റായിട്ടുള്ള ഹിറ്റ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാര്യം, മെഷീൻ വളരെ വെയിറ്റ് കുറഞ്ഞൊരു മെഷീനാണ്. 168 ഗ്രാം മാത്രമേ മെഷീന് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇച്ചിരി കനമുള്ളൊരു മാർക്കർ പിടിച്ചേക്കുന്ന ഒരു ഫീലേ നമുക്ക് കിട്ടത്തുള്ളൂ. മെഷീൻ ടച്ച് ചെയ്യുമ്പോഴൊന്നും അത്ര പ്രീമിയം ഫീലൊന്നും കിട്ടില്ല. ഒരു 6 ഔട്ട് ഓഫ് 10 ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണുള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാധനം, ആ മോട്ടറും ആ ടെൻഡൻസും അതേപോലെ ആ സ്പീഡ് കൺട്രോളും, ഇതാണ് ഈ മെഷീനെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്നത്. സോ ഐ വിൽ ഷോ യു ദ മെഷീൻ. യെസ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എക്സ് പെൻ. ഫോൾ ഹാർബറും എക്സ്ട്രീമും ടെൻഡൻസും കൂടെ കൊളാബ് ചെയ്തിറക്കുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെഷീനാണ്. 168 ഗ്രാം മാത്രമാണ് മെഷീന്റെ വെയിറ്റ് വരുന്നത്. 11,000 RPM 4 mm സ്ട്രോക്ക് വരുന്ന മെഷീനാണ്. 3 വാട്ട് ഫോൾ ഹാർബർ മോട്ടറാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഫോൾ ഹാർബർ മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റു ഇൻഡസ്ട്രിയിൽ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹിറ്റ് തരികയും വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മോട്ടറാണിത്. ഈ മെഷീൻ 2 മോഡിലാണ് വരുന്നത്, നോർമൽ മോഡും ഒരു ഹാർഡ് മോഡും. ഇത് നോർമൽ മോഡ് മെഷീനാണ്. ബേസിക്കലി ഫൈൻ ലൈൻസ് ചെയ്യാനും സോഫ്റ്റ് ഷെയ്ഡ്സ് ചെയ്യാനും കളർ പാക്കിംഗ് ചെയ്യാനും അതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് സോഫ്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ജെന്റിൽ ആയിട്ടുള്ള ഹിറ്റാണ് ഈ നോർമൽ മോഡ് മെഷീൻസ് വരുന്നത്. പക്ഷേ ഹാർഡ് മോഡ് മെഷീൻസ് ഉണ്ടാവും. ഈ സെയിം 11,000 RPM തന്നെ ഒരു 30 to 50% എക്സ്ട്രാ പവർ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഹാർഡ് മോഡിലുള്ള മെഷീൻസിന് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രൂയിസ് കൺട്രോൾ പോലെ സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു സ്പീഡ് കൺട്രോൾ. ബേസിക്കലി നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ പോകാൻ നേരത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്പീഡ് കൺട്രോൾ സിസ്റ്റം ഇതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ മെഷീൻ ഞാനൊന്ന് ഓൺ ആക്കി നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഓക്കെ, ലോങ് പ്രസ് ഓൺ. യു ക്യാൻ സി ഫോൾ ഹാർബർ എക്സ്ട്രീം ആൻഡ് ഓൾ. ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് കാണിക്കും, എത്ര വോൾട്ടിലാണ് റൺ ചെയ്യുന്നത് കാണിക്കും, ഹെഡ്സ് കാണിക്കും, എത്ര മണിക്കൂർ ഇതുവരെ ബാറ്ററി റൺ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും. വളരെ ഭംഗിയായിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള TFT ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 1 ഇഞ്ചുള്ള TFT ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡീസെന്റ് ബാറ്ററി, ഡീസെന്റ് സ്വിച്ചസ്. സോ ഞാൻ ഈ മെഷീൻ ഒന്ന് ഓൺ ആക്കി നിങ്ങളെ കേൾപ്പിക്കാവേ. കണ്ടോ, വളരെ സൈലന്റ് ആണ്. വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഒരു 3 ഔട്ട് ഓഫ് 10. ലുക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഔട്ട് ഓഫ് 10. ബട്ട് പണിയിൽ 10 ഔട്ട് ഓഫ് 10. ഈ ബാറ്ററി റിമൂവ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മാർക്കിംഗ് നിങ്ങൾ കണ്ടല്ലോ, ഇതിലേക്കൊന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ദെൻ ഇറ്റ് വിൽ കം ഓഫ്. തിരിച്ചു വെക്കുന്നത് ഈ മാർക്കിന് സ്ട്രെഡി ആയിട്ട് വെക്കുക. ഈ ബാറ്ററി ഇരുന്നോ നമ്മൾ നോക്കുക, തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കുറച്ച് പ്രഷർ കൊടുക്കണം. പലതവണയും ആ ഒരു പ്രഷർ കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നുണ്ട്. ഇതിന്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഷെയനിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരുപാട് ഒച്ചപ്പാടും വെള്ളമൊന്നും ഇല്ലാത്ത ഗ്രിപ്പാണ്. ഇവിടെ ഒരു ബുഷ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് പ്ലഞ്ചർ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുഷ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ലൈനിങ്, കളർ പാക്കിംഗ്, സോഫ്റ്റ് ഷെയ്ഡിങ് എല്ലാം ചെയ്യാൻ ദ ബെസ്റ്റ് മെഷീൻ എവർ. സോ യു ക്യാൻ പർച്ചേസ് ദിസ് ഫ്രം കിങ്സ് ടാറ്റു സപ്ലൈ. പണിയെടുത്ത് പൈസ ഉണ്ടാക്കി എല്ലാവരും മെഷീൻ മേടിക്കുക. അപ്പോൾ ബൈ ഫോർ നൗ.